ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കാൻ പോണതേ മുട്ടച്ചോറാണ് കേട്ടോ. അതിന് വേണ്ടത് ഉള്ളിപ്പൊടിയായി അരിഞ്ഞത്, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, 2 മുട്ട. നമുക്ക് മുട്ടച്ചോറുണ്ടാക്കാം. അത് ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കണം. അപ്പം നമുക്ക് എണ്ണ ഒഴിച്ചു, കറിവേപ്പില ഇട്ടു, പച്ചമുളക്, ഇഞ്ചി, വേപ്പില, അങ്ങനെ വഴറ്റാം. കഴുകി വെച്ചങ്ങനെ നമുക്ക് പൊടിയായി അരിഞ്ഞ ഉള്ളി ഇടാം. ഉള്ളിയോ സവാളയോ എന്താണെന്ന് വെച്ചിടാമേ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. ഇത് നല്ലോണം വഴറ്റിയെടുക്കും. ചട്ടി മുട്ടച്ചോറും നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട. എന്നാലും നമ്മളിപ്പോൾ സൈഡ് അച്ചാറ്, പിന്നെ കൊണ്ടാട്ടം വറുത്തത്, ഇച്ചിരി കൂടുതലുണ്ട്. നമുക്ക് ചോറിടുന്നോലും ഉണ്ട്. ഇതിനകത്ത് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് ചിക്കരുത് കേട്ടോ. പെട്ടെന്ന് ചിക്കാൻ ഭയങ്കര പൊടിയായിട്ട് പോകും. ഇതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കിടക്കും, നല്ല രസമായിരിക്കും. ഒന്ന് അധികം ഇളക്കി ഇതാക്കരുത്. ചട്ടി മുട്ടച്ചോറ് ഇപ്പം തന്നെ എന്ത് സ്മെല്ലാണെന്ന് അറിയാമോ. പിന്നെ കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് ഇടാം കേട്ടോ. അതിന് നമുക്ക് കുരുമുളക് ഇടണ്ട. നമുക്ക് കുരുമുളക് ഇഷ്ടമല്ല. തുള്ളി എണ്ണ ഇതിൻ്റെ അകത്ത് ഇച്ചിരി കായപ്പൊടിയുടെ കുറച്ച് പിഞ്ച്, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി എരിവുള്ള ആൾക്കാരാണ്. അപ്പം ഒരു ഇത്ര മുളക് പൊടി, അധികം വേണ്ട കേട്ടോ. മുട്ട നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കണവരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ക്യാരറ്റ്, കേബേജൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് ഇതുപോലെ അതൊക്കെ ആദ്യം ചേർത്ത് ലാസ്റ്റ് മുട്ടയൊക്കെ ഇട്ട് ചിക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറി, ബീൻസ്, വെജിറ്റബിൾസൊക്കെ പോവും. നല്ലതാണ് ഇത് അങ്ങനെ കൊടുക്കണം. നമ്മുടെ മുട്ട ശരിയായിട്ടുണ്ട്. സാധാരണ കുത്തിരി ചോറാണ് കേട്ടോ. നല്ലപോലെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കറിയൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കുമ്പോഴേ രാവിലെ സുഖം ഉണ്ടാവും കുട്ടികൾക്ക് കൊടുത്തേക്കെ. പിന്നെ ഇതുപോലെ മുട്ടച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ലപോലെ കഴിക്കുക. അതിൻ്റെ കൂടെ ഒരു പപ്പടോ ഒരു കൊണ്ടാട്ടം വറുത്തതോ ഒക്കെ കൊടുത്താൽ കുട്ടികൾ വയററച്ച് കഴിക്കട്ടോ. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ്
ഈ ഇല ഇട്ടൊന്ന് മൂടാട്ടോ. ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇല വാട്ടിയ ഇലയാണ് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും. ഇത് അടച്ച് വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം അടച്ച് വയ്ക്കാം. മതി കേട്ടോ. ഓഫ് ചെയ്യാം. നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ചോറ് ഇതിൻ്റെ അകത്തൊരു പച്ചമുളക് പഴുത്തതുണ്ട്, അത് ഇട്ടിട്ടാണ്. എന്താണെന്ന് പറയുമ്പോൾ നല്ല ഒരു ഭംഗിയായിരിക്കും. ചട്ടി മുട്ട ചോറ് റെഡി. നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കൊണ്ടാട്ടം വറുത്താണ് കേട്ടോ. നമ്മുടെ കേട്ടോ അടമാങ്ങ അച്ചാറിട്ടത് കേട്ടോ. മാങ്ങ അലുത്ത് പോകില്ല കേട്ടോ. നമ്മൾ ഉപ്പിലിട്ടിട്ട് ഒന്ന് എരിവൊളിച്ച് ചെയ്യണം കേട്ടോ. അത് കേട്ടോ കഷ്ണം കണ്ടോ. അതിപ്പോൾ ഇട്ടിട്ടൊരു 3 മാസത്തോളം അച്ചാർ ഇട്ട് വെച്ചിട്ട്. ഓക്കെ, വേറെ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് എടുത്ത് വെച്ചേക്കാം. പരണ്ടി നിറച്ചുകൊണ്ട് ആവശ്യക്കാർ ചോദിക്കുമ്പോൾ കൊടുക്കും ഞാൻ. അതിൻ്റെ കൂടെ ഒരു കഷ്ണം അച്ചാർ. ഇവിടെ ഇന്ന് ഒരാൾക്കും കൂടെ എടുക്കണം. വാഴയില കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഫിംഗർ അങ്ങനെ 2 പേരുണ്ട് കഴിക്കാൻ. ആവയുടെ ഫുഡ് കഴിഞ്ഞു. അപ്പം നമുക്ക് അടമാങ്ങ അച്ചാർ. മാങ്ങ നോക്കിയ അച്ചാർ വേണ്ട, ഓരോ പീസായിട്ടാണ് ഇരിക്കുന്നത്. അലുക്കൂല കേട്ടോ. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ നമ്മൾ ചോറ് കിട്ടണ്ട അച്ചിങ്ങ ഉണ്ട്. അച്ചിങ്ങ എങ്ങനെ ഉഷാറായില്ലേ? അടമാങ്ങ അച്ചാർ. ഇത് ഈ ചട്ടിച്ചോറ്, ചട്ടി മുട്ടച്ചോറ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പം ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ബായ്.